ഹേ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ആദിത്യ. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി റസൽമേനിയ വീക്കിലേക്ക് കടന്നിരിക്കുകയാണ്. റസൽമേനിയ 41st എഡിഷൻ ആണ് ഈ ആഴ്ച നടക്കാൻ പോകുന്നത് ലാസ് വേഗാസിൽ വെച്ചിട്ട്. റസൽമേനിയ 27 തൊട്ടിട്ട് എല്ലാതും ഞാൻ കാണുന്നുണ്ട്. അതിൽ തന്നെ 33 മുതൽ എല്ലാം ലൈവ് തന്നെയാണ് കാണുന്നത്. ഇത്തവണയും ലൈവ് തന്നെയാണ് കാണുന്നത്. നേരത്തോടു കൂടി തന്നെ ഞാൻ ലീവൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ലീവ് കിട്ടി, അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. ഇത്തവണയും നമുക്ക് ലൈവായിട്ട് തന്നെ കാണാം. ഞാൻ UK വന്നതിന് ശേഷമുള്ള രണ്ടാമത്തെ റസൽമേനിയാണ് ഈ നടക്കാൻ പോകുന്നത്. നമ്മൾ നാട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കേണ്ടി വരും ഇത് കാണാനായിട്ട്. എന്നാൽ ഇവിടെ രാത്രിയിൽ നേരെ വൈകിട്ടാണ് ഇത് കാണാൻ പറ്റുക. അപ്പോൾ ഈ റസൽമേനിയ 41ൻ്റെ മാച്ച് കാർഡ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഡിക്ഷൻ ആണ് ഈ ഒരു വീഡിയോയിൽ. നിങ്ങൾ WWE ഫോളോ ചെയ്യാത്ത ഒരാളാണ് എങ്കിൽ ഈ വീഡിയോ കണ്ടതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാം. അതല്ല, നിങ്ങളത് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക. WWEയുടെ ഏറ്റവും വലിയ പേപ്പർ വ്യൂ അല്ലെങ്കിൽ പ്രോഗ്രാം എന്നൊക്കെ നമുക്കിതിനെ വിശേഷിപ്പിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലാസ് വേഗാസിൽ വെച്ചിട്ടാണ് ഇത്തവണ റസൽമേനിയ നടക്കുന്നത്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ ഇതുപോലെ തന്നെ ഇത്തവണയും 2 ദിവസമായിട്ടാണ് റസൽമേനിയ ഉള്ളത്. അപ്പോൾ അതിൻ്റെ നൈറ്റ് 1ൻ്റെയും നൈറ്റ് 2ൻ്റെയും മാച്ച് കാർഡ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രഡിക്ഷനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നൈറ്റ് 1ലെ ഫസ്റ്റ് മാച്ച് എന്ന് പറയുന്നത്, ഫസ്റ്റ് മാച്ച് അല്ല, ചിലപ്പോൾ ഇതിൽ വ്യത്യാസം വന്നേക്കാം. ഏതായാലും അതിൽ ഒരു മത്സരം എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിനാണ്. അതിന് നമ്മുടെ ചാലഞ്ചറായിട്ട് വരുന്നത് ജേക്കബ് ഫാറ്റുവും ചാമ്പ്യൻ നമ്മുടെ LA നൈറ്റും ആണ്. അപ്പോൾ എൻ്റെ ഒരു കണക്കുകൂട്ടൽ വെച്ച് ഇത്തവണ LA നൈറ്റും ജേക്കബ് ഫാറ്റും തമ്മിലുള്ള ഈ മത്സരത്തിൻ്റെ ഇടയിൽ മിക്കവാറും സോളോ സിക്കോവ അല്ലെങ്കിൽ ടാമ ടോങ്ക കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ LA നൈറ്റ് തന്നെയായിരിക്കും ചാമ്പ്യൻഷിപ്പ് റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഈ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പിലെ വിന്നർ LA നൈറ്റ് 1ലെ അടുത്ത മത്സരം എന്ന് പറയുന്നത് 2 ലുച്ചഡോസ് തമ്മിലാണ്. റെയ് മിസ്റ്റീരിയോയും പിന്നെ എൽ ഗ്രാൻഡ് അമേരിക്കാനോ, അതായത് നമ്മുടെ ജാഡ് കേബിൾ മാസ്ക് ഇട്ട് വന്നിട്ടുള്ള ഒരു മത്സരമാണ്. ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് ഇതിന് ഏതെങ്കിലും തരത്തിലൊരു സ്റ്റിപ്പുലേഷൻ വരുന്നതാണ്, അതായത് മാസ്ക് വേഴ്സസ് മാസ്ക് അങ്ങനെ എന്തെങ്കിലും. അങ്ങനെയാണെങ്കിൽ ഈ മാച്ചിൻ്റെ അവസാനം ജയിക്കുന്ന ആൾക്ക് തോക്കുന്ന ആളുടെ മാസ്ക് എടുക്കാനായിട്ട് പറ്റും. പക്ഷെ എന്തായാലും ഈ മാച്ചിന് പ്രത്യേകിച്ച് പ്രത്യേകതകളൊന്നുമില്ല. അപ്പോൾ ഇതിലെ വിന്നർ ആരാണ് എന്ന ചോദ്യം ഉള്ളവർക്കായിട്ട് എൻ്റെ മനസ്സ് പറയുന്നു, അല്ലെങ്കിൽ ഞാൻ പ്രെഡിക്റ്റ് ചെയ്യാൻ പോകുന്ന വിന്നർ ഓഫ് കോഴ്സ് റെയ് മിസ്റ്റീരിയോ തന്നെയായിരിക്കും. റെയ് ജയിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അവസാനം വെച്ചിട്ട് ചാഡ് കേബിളിൻ്റെ ഫേസ് റിവീൽ ഉണ്ടാവും, അതായത് മാസ്ക് വലിച്ചു കളയും. ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തതായിട്ടുള്ളത് റോ ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ വേൾഡ് ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് ആണ്. അതായത് ന്യൂ ഡേയും പിന്നെ വാർ റീഡേഴ്സും തമ്മിലായിട്ടാണ് ആ മാച്ച് ഉള്ളത്. അതിനോട് ആ ഒരു മാച്ചിന് എനിക്ക് അത്ര വലിയ ഹൈപ്പൊന്നും തോന്നിയില്ല. ഒരു റസൽമേനിയ കാർഡിന് പറ്റിയിട്ടുള്ള ഒരു മാച്ച് ഒന്നുമല്ല. എന്തുകൊണ്ടാണ് ഇത് റസൽമേനിയക്ക് ആഡ് ചെയ്തതെന്ന് എനിക്കറിയില്ല. കാരണം ഇതിനേക്കാളും നല്ല ഹെവി മാച്ചാണ് നമ്മുടെ സ്മാക്ക് ഡൗൺ ടാഗ് ഡിവിഷൻസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവരെ റസൽമേനിയയിൽ ഉൾപ്പെടുത്താതെ ഇവരെ എന്തുകൊണ്ടാണ് കൊണ്ടുവന്നതെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവർ കാർഡിലുള്ളത് കൊണ്ട് തന്നെ നമുക്കിതിൽ ആരാണ് വിന്നർ എന്ന് പറയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇതിൽ എനിക്ക് തോന്നുന്നത് ന്യൂ ഡേ ജയിക്കാനായിട്ടാണ് സാധ്യത. അറിയില്ല, നമുക്ക് നോക്കാം. പിന്നെ അടുത്തതായിട്ട് വന്നിട്ടുള്ളത് റസൽമേനിയയിൽ ഇതുവരെയായിട്ടും വരാത്ത ഒരു സംഭവമാണ്. അതായത് വുമൺസിൻ്റെ ഫസ്റ്റ് നോൺ ടൈറ്റിൽ റസൽമേനിയ മാച്ചാണ് ജേഡ് കാർഗിലും നയോമിയും തമ്മിലുള്ളത്. അതിൽ ഓഫ് കോഴ്സ് കാർഗിൽ തന്നെയാണ് ജയിക്കുക. കാർഗിലിലെ നല്ലൊരു ഡോമിനൻസ് തന്നെ ആ മാച്ചിൽ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു. അതും കഴിഞ്ഞാൽ പിന്നെ
നൈറ്റ് 1-ൽ 3 മത്സരങ്ങളാണ് ഉള്ളത്. അതിൽ ഒന്ന് WWE വുമൺസ് ചാമ്പ്യൻഷിപ്പാണ്. ഷാർലറ്റ് ഫ്ലെയറും ടിഫനി സ്ട്രാറ്റണും തമ്മിലുള്ള ആ മത്സരത്തിൽ ജയിക്കാൻ പോകുന്നത് ഷാർലറ്റ് ആയിരിക്കും എന്നാണ് ഒരു വിഭാഗം ആളുകളും വിചാരിക്കുന്നത്. എങ്കിലും ഞാൻ കരുതുന്നത് അതിൽ ടിഫി ജയിക്കുമെന്നാണ്. അറിയില്ല, കാരണം ഏറ്റവും നല്ല വുമൺസ് റെസ്ലേഴ്സിൽ ഒരാളാണ് ഷാർലറ്റ്. ഷാർലറ്റ് ജയിക്കും എന്ന് തന്നെയാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഞാനും വിചാരിക്കുന്നുണ്ട്, പക്ഷെ അറിയില്ല. എന്നാലും ഞാനിവിടെ പ്രഡിക്റ്റ് ചെയ്യാൻ പോകുന്നത് ടിഫാനിന് തന്നെയാണ്. അപ്പോൾ വുമൺസ് ചാമ്പ്യൻഷിപ്പ് റിട്ടേൺ ചെയ്യും. അടുത്തതായിട്ടുള്ളത് വരുന്നതും ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. അത് നമ്മുടെ റോ ബ്രാൻഡിൻ്റെ വേൾഡ് ഹെവിവെയ്റ്റ് ചാമ്പ്യൻഷിപ്പ്. അതിൽ നമ്മുടെ ചാമ്പ്യനായിട്ടുള്ളത് ഗുന്തറും ചാലഞ്ചറായിട്ട് വരുന്നത് മെയിൻ ഇവന്റ് ജെയ് യൂസോയും ആണ്. അപ്പോൾ ജെയ് യൂസോ റോയൽ റംബിൾ ജയിച്ചിട്ട് നേരെ കയറി പോകുന്നതാണ്. ഇതിനു മുമ്പും സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ്സിലും പിന്നെ വേറെ ഏതൊരു PPVയിലും ഇവർ തമ്മിൽ അതായത് ഗുന്തറും ജെയ് യൂസോയും തമ്മിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിന് വേണ്ടിയിട്ട് മത്സരം ഉണ്ടായിരുന്നു. പക്ഷേ അതിലൊക്കെ ജയ് തോക്കുകയാണ് ചെയ്തത്. പക്ഷേ എനിക്ക് ഇത്തവണ തോന്നുന്നതല്ല, ഞാൻ പറയുന്നത് ഈ റസൽമേനിയയിൽ ജെയ് യൂസോ ജയിക്കും. ഞാൻ ജെയ് യൂസോൻ്റെ സൈഡിലാണ്. ഒരു പക്ഷേ മത്സരത്തിൻ്റെ ഇടയിൽ നമുക്ക് ജിമ്മി യൂസോയുടെ ഒരു ഇൻ്റർഫറൻസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ അതാണ് നൈറ്റ് 1-ലെ അവസാനത്തെ ചാമ്പ്യൻഷിപ്പ് മാച്ച്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് നൈറ്റ് 1-ന്റെ മെയിൻ ഇവൻ്റ് ആണ്. അതിൽ ആരൊക്കെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രിപ്പിൾ ത്രെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊരു നോ ഡിസ്ക്വാളിഫിക്കേഷൻ മാച്ച് ആയിരിക്കും. അതിൽ ഒരാൾ റോമൻ റെയിൻസ് ആണ്, വേറൊരാൾ CM Punk ആണ്, പിന്നെ അടുത്ത ആൾ സെത്ത് റോളിൻസ് ആണ്. സെത്തിൻ്റെ ആക്ഷൻ ഫിഗർ എൻ്റെ കയ്യിലില്ലാത്തത് കൊണ്ട് ഞാൻ എടുത്ത് കാണിക്കുന്നില്ല എന്ന് മാത്രം. ഇതിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കാലം റോമൻ റെയിൻസിൻ്റെ കൂടെയായിരുന്ന പോൾ ഹേമൻ ഈ മത്സരത്തിൽ CM Punkന്റെ കൂടെയായിരിക്കും. അത് ആ ഒരു സ്റ്റോറി ഫോളോ ചെയ്തവർക്ക് അറിയാം. പക്ഷേ 2 ആഴ്ച മുന്നത്തെ റോ എൻഡ് ചെയ്യുമ്പോൾ സെത്ത് റോളിൻസ് പോളിനോട് പറഞ്ഞത് നൗ യു ഓ മീ എ ഫേവർ എന്നാണ്. അതിനർത്ഥം മിക്കവാറും ഈ മത്സരം കഴിയുന്നതോടൊപ്പം സെത്തിൻ്റെ കൂടെ പോൾ പോവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഉറപ്പായിട്ടും സെത്ത് റോളിൻസ് ഒരു പോൾ ഹേമൻ ഗായ് ആയി മാറും. ഈ മത്സരത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസും സെത്ത് റോളിൻസും ഇതിനു മുമ്പും റസൽമേനിയ മെയിൻ ഇവന്റിൽ വന്നിട്ടുണ്ട്. ഇവരെക്കാളൊക്കെ മുന്നേ WWE വന്നിട്ടുണ്ടെങ്കിലും ഇതാണ് CM Punkന്റെ ഫസ്റ്റ് റസൽമേനിയ മെയിൻ ഇവന്റ്. അപ്പോൾ മൂപ്പര് കുറേ കാലമായിട്ട് ഇതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴാണ് ഇങ്ങനെ ഒരു ചാൻസ് കിട്ടിയത്. കഴിഞ്ഞ തവണയൊക്കെ റോയൽ റംബിൾ ജയിക്കുമെന്ന് വിചാരിച്ചിടത്തു നിന്നാണ് കയ്യിൽ നിന്ന് പോയത്, ഇഞ്ചുറി പറ്റിപ്പോയി. അപ്പോൾ ഇത്തവണ എന്തായാലും മെയിൻ ഇവന്റിൽ വന്നിട്ടുണ്ട്. ഈ മത്സരം ആരെക്കാളും ജയിക്കേണ്ട ഒരു ആവശ്യമുള്ളത് CM Punkനാണ്. പക്ഷെ എൻ്റെ മനസ്സ് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സെത്ത് റോളിൻസ് ആയിരിക്കും ജയിക്കുക. അപ്പോൾ ഇതാണ് WWE റസൽമേനിയ നൈറ്റ് 1-ന്റെ മെയിൻ ഇവന്റ്. ഇനി നമുക്ക് രണ്ടാമത്തെ ദിവസത്തെ മാച്ച് കാർഡിലേക്ക് കടക്കാം. അതിനു മുന്നേറ്റ് വേറൊരു കാര്യം പറയാണ്ട്, ഇത് റസൽമേനിയയുടെ ഭാഗമായിരുന്നു മുമ്പ്, പക്ഷെ ഇപ്പോൾ റസൽമേനിയയുടെ ഭാഗമല്ല. എന്നാലും ഞാൻ ജസ്റ്റ് പറയുന്നുള്ളൂ. ആൻഡ്രേ ദ ജയന്റ് ബാറ്റിൽ റോയൽ വരാൻ പോകുന്നുണ്ട്. ഇത്തവണ അത് സ്മാക്ക് ഡൗണിലാണ് വരുന്നത്. കഴിഞ്ഞ വർഷം നടന്നത് സ്മാക്ക് ഡൗണിലായിരുന്നു. അതായത് ഈ വരാൻ പോകുന്ന വെള്ളിയാഴ്ച രാത്രിയിലായിരിക്കും ആ ബാറ്റിൽ റോയൽ ഉണ്ടാവുക. എൻ്റെ ഒരു കാൽക്കുലേഷൻ വെച്ചിട്ട് അതിൽ മേ ബി സോളോ ജയിക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ റേ ഫിനിക്സ്, അല്ലെങ്കിൽ ജിമ്മി യൂസോ. ഈ 3 പേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഇതിൽ വിന്നറാവാനായിട്ട് പോകുന്നത്. അറിയില്ല, നമുക്ക് കണ്ടു നോക്കാം. പിന്നെ മറ്റൊരു മാച്ച് ഉള്ളത് റാൻഡി ഓർട്ടൻ്റെ ആണ്. റാൻഡി ഓർട്ടൻ വേഴ്സസ് കെവിൻ ഓവൻസ് ആണ് ഒറിജിനലി പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓവൻസിന് പരിക്ക് പറ്റിയത് കൊണ്ട് ഇത്തവണ റസൽമേനിയയ്ക്ക് ഉണ്ടാവില്ല. അങ്ങനെയാണെങ്കിൽ ആരായിരിക്കും റാൻഡി ഓർട്ടൻ്റെ ഒപ്പോണൻ്റ് എന്ന് ഇതുവരെയായിട്ടും ഇവരെ റിവീൽ ചെയ്തിട്ടില്ല. മേ ബി സോളോ സിക്കോവ ആയിരിക്കും.
സോളോ ആണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ടൊരു ഡൗൺ ആയിരിക്കും, അല്ലെങ്കിൽ നിക്ക് ആൽദീസ് ആയിരിക്കും. എൻ്റെ പ്രഡിക്ഷൻ നിക്ക് ആൽദീസ് അല്ലെങ്കിൽ അലിസ്റ്റർ ബ്ലാക്ക് ആയിരിക്കും. കാരണം കുറച്ച് ആഴ്ചകളായിട്ട് ഇവർ അലിസ്റ്റർ ബ്ലാക്കിൻ്റെ പോലത്തെ ഒരു ടീസൊക്കെ നടത്തുന്നുണ്ട്. അത് അറിയില്ല ആരായിരിക്കും എന്ന്. അപ്പോൾ ഒരു മിസ്റ്ററി ഒപ്പണൻ്റാണ് റാൻഡി ഓർട്ടന് ഈ റസൽമേനിയയിൽ ഉള്ളത്. ഇനി നമുക്ക് നൈറ്റ് 2ൻ്റെ മാച്ചസ് നോക്കാം. റാൻഡി ഓർട്ടൻ കയ്യിലുണ്ടായിരുന്നു, കാണിക്കാൻ മറന്നുപോയതാണ്. അങ്ങനെ നൈറ്റ് 2ലെ ഫസ്റ്റ് മാച്ച് നമുക്ക് നോക്കാം. അത് വുമൻസ് ടാഗ് ടീം മാച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ഒരു മാച്ച് ഇതിൽ വന്നത് എന്ന് എനിക്കറിയില്ല. കാരണം വുമൻസ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ ഇതിനകത്തുണ്ട്. അത് സെപ്പറേറ്റ് ആയിട്ടൊരു ചാമ്പ്യൻഷിപ്പ് മാച്ച് നടത്തായിരുന്നു. കാരണം ഫസ്റ്റ് റസൽമേനിയാണ്, അതായത് വുമൻസ് ഡിവിഷനിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ചാമ്പ്യൻഷിപ്പും ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പും കൊണ്ടുവന്നതിന് ശേഷമുള്ള ഫസ്റ്റ് റസൽമേനിയ ആയിട്ട് പോലും ആ രണ്ട് ചാമ്പ്യൻഷിപ്പിനും റസൽമേനിയയിൽ അവർ മാച്ച് വെച്ചിട്ടില്ല. എന്തായാലും വുമൻസ് IC ചാമ്പ്യൻ ലയറയും പിന്നെ ബെയ്ലിയും ഒരു ടീം, അപ്പുറത്തെ സൈഡിൽ ജഡ്ജ്മെന്റ് ഡേയിൽ ലിവ് മോഗനും റാക്കൽ റോഡ്രിഗസ് ആണ് അപ്പുറത്തെ ടീം. അവരാണ്, ലിവും റാക്കോലാണ് ചാമ്പ്യൻസ്. ഇതിൽ ജഡ്ജ്മെന്റ് ലിവിന്റെ ടീം ജയിക്കും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അത്രത്തോളം ഹൈപ്പ് ഇല്ലാത്ത ഒരു ടാഗ് ടീം ചാമ്പ്യൻഷിപ്പ് മാച്ചാണ് ഈ വുമൻസിൻ്റേത്. കാരണം അതിന് മാത്രമുള്ള ബിൽഡപ്പോ കാര്യങ്ങളൊന്നുമില്ല. എന്തായാലും ഈ മാച്ചിൻ്റെ അവസാനം മേ ബി ബെയ്ലിയും അവളും ലയറയും തമ്മിൽ അറ്റാക്ക് ഉണ്ടാവും എന്ന് തോന്നുന്നുണ്ട്, അറിയില്ല. അപ്പോൾ അതിൽ ലിവിൻ്റെ ടീമായിരിക്കും ജയിക്കുക. ഇനി അടുത്തത് ഒരു അടിപൊളി മാച്ചായിരിക്കുമെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നത്. അത് വേറെ ഒന്നുമല്ല, ഡാമിയൻ പ്രീസ്റ്റും ഡ്രൂ മാക്കിൻ്റെയറും തമ്മിലുള്ള സിൻ സിറ്റി സ്ട്രീറ്റ് ഫൈറ്റ് ആണ്. കഴിഞ്ഞ റസൽമേനിയ കണ്ടവർക്കറിയാം, അതിൽ ഡ്രൂ ചാമ്പ്യനായ ഉടനെ തന്നെ പ്രീസ്റ്റ് മണി ഇൻ ദ ബാങ്ക് കോൺട്രാക്റ്റ് ക്യാഷ് ചെയ്ത് ചാമ്പ്യനായി മാറി. അവിടെ നിന്ന് ഇങ്ങോട്ട് പല തവണയായിട്ട് ഡ്രൂവിന് കിട്ടേണ്ട പലതും, അതായത് പല മൂമെൻസും ഡാമിയൻ തട്ടിയെടുക്കുന്നതായിട്ടാണ് നമ്മൾ കണ്ടത്. അതായത് റോയൽ റംബിളിൽ ഡ്രൂവിനെ പ്രീസ്റ്റ് ആണ് എലിമിനേറ്റ് ചെയ്തത്. അതുപോലെ തന്നെ എലിമിനേഷൻ ചേംബറിലും പ്രീസ്റ്റ് തന്നെയാണ് മക്കിൻ്റെയറിനെ എലിമിനേറ്റ് ചെയ്തത്. അപ്പോൾ അത്രത്തോളം നല്ലൊരു മാച്ചായിരിക്കും ഇതെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അത്രയും നല്ല ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു മാച്ചിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതിലെ വിന്നർ ആരായിരിക്കും എന്നുള്ളത് ഒരു ടഫായിട്ടുള്ള കാര്യമാണ്. എന്നാലും ഞാൻ ഡ്രൂ മക്കിൻ്റെയറിനെയാണ് ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാച്ചിൽ, അതായത് സിൻ സിറ്റി സ്ട്രീറ്റ് ഫൈറ്റിലെ വിന്നർ ഡ്രൂ മക്കിൻ്റെയർ. അടുത്ത മാച്ചും ഈ പറയുന്ന പോലെ തന്നെ വലിയ കാര്യമില്ലാത്ത ഒരു മാച്ചാണ്. വല്ല റോയൽ റംബിളിലോ സമ്മർ സ്ലാമിലോ കൊടുക്കേണ്ട ഒരു മത്സരം അവർ റസൽമേനിയയിലേക്ക് വേണ്ടി മാറ്റി വെച്ചു. ലോഗൻ പോൾ ആയതുകൊണ്ടാണോ ഇത് കൊടുത്തതെന്ന് ചോദിച്ചാൽ നമുക്ക് അല്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇത് ആരൊക്കെ തമ്മിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഗൻ പോളും AJ സ്റ്റൈൽസും തമ്മിലുള്ള ഒരു മാച്ചാണ്. എന്നാലും അത്രത്തോളം ഹൈപ്പും ബിൽഡപ്പും ഒന്നും ഇല്ലാത്ത ഒരു മാച്ചാണ്. പക്ഷേ ഇൻറിങ് സ്കിൽസ് വെച്ചിട്ട് രണ്ടുപേരും കിടിലനാണ്. നല്ല ഒരു മാച്ചായിരിക്കും ഇത്. ഇതിന് ബിൽഡപ്പും പ്രൊമോസും ഒന്നും അത്രത്തോളം ഇല്ലെങ്കിലും മാച്ച് അടിപൊളിയായിരിക്കും. രണ്ടുപേരും അത്യാവശ്യം നല്ല റെസ്ലേഴ്സാണ്. ലോഗൻ പോൾ സെലിബ്രിറ്റി 2 റെസ്ലറായിട്ടുള്ളതാണ്, എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ. അപ്പോൾ ഇതിലെ വിന്നർ AJ സ്റ്റൈൽസ് ആയിരിക്കും. നൈറ്റ് 2ൽ ഇനി വരാനുള്ളത് 3 മത്സരങ്ങളാണ്. അത് 3ഉം ചാമ്പ്യൻഷിപ്പാണ്. അതിലെ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻഷിപ്പാണ്. ബ്രോൺ ബ്രേക്കറാണ് ഇന്റർ കോണ്ടിനെന്റൽ ചാമ്പ്യൻ. ചലഞ്ചേഴ്സ് ആയിട്ട് വരുന്നത് പെൻഡ, ഫിൻ ബാലർ, പിന്നെ ഡൊമിനിക് മിസ്റ്റീരിയോ. ഫിൻ ബാലറും ഡൊമിനിക്കും നമ്മുടെ ജഡ്ജ്മെന്റ് ഡേയിലെ മെമ്പേഴ്സാണ്. ഇതൊരു ഫാറ്റൽ 4-വേ മാച്ചാണ്. പെൻഡയുടെ ഫസ്റ്റ് റസൽമേനിയ ആണ്. ബ്രോൺ ബ്രേക്കർ ചാമ്പ്യനായിട്ട് വരുന്ന ഫസ്റ്റ് റസൽമേനിയ ആണ്. ഇതിൽ ഉറപ്പായിട്ടും ഫിന്നും ഡോമും തമ്മിൽ എന്തെങ്കിലുമൊക്കെ ഒരു ഇഷ്യൂ ഉണ്ടാവും. കാരണം രണ്ടുപേരും ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ ഇതിലും പ്രതീക്ഷിക്കാം. പെൻഡ ജയിക്കുമെന്ന് ആണ് ആദ്യമൊക്കെ, അല്ലെങ്കിൽ ഈ ഒരു ദിവസം വരെ ഞാൻ കണക്ക് കൂട്ടിയിരുന്നതെങ്കിലും പിന്നെ എനിക്ക് തോന്നിയത് മേ ബി ഡൊമിനിക് ഇത് ജയിക്കും.
അപ്പോൾ അവസാന നിമിഷം വെച്ചിട്ട് ഞാൻ എൻ്റെ സൈഡ് മാറിയിരിക്കുകയാണ്. സൈഡ് മാറിയതല്ല, എൻ്റെ ഒരു കാൽക്കുലേഷൻ ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഡൊമിനിക്കിൻ്റെ സൈഡ് ആയിരിക്കുകയാണ്. ഞാനിപ്പോൾ ഈ പറയുന്ന പ്രഡിക്ഷനിലൊക്കെ ചിലപ്പോൾ കുറേയൊക്കെ ശരിയായിരിക്കാം, കുറേയൊക്കെ തെറ്റായിരിക്കാം. എല്ലാതും ശരിയാവണമെന്നില്ല, കാരണം എനിക്കങ്ങനെ പറയാൻ അറിയില്ല. ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് വെച്ച് മാത്രമാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത്. അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം ഇത് കാണാനായിട്ട്. അപ്പോൾ IC ചാമ്പ്യനായിട്ട് നമുക്ക് ഡൊമിനിക്കിനെ കാണാം എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇനി അടുത്തതും ഞാൻ പറഞ്ഞ പോലെ ഒരു ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. ഇത് വുമൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പാണ്, ട്രിപ്പിൾ ത്രെറ്റ് ആണ്. ബിയാങ്ക ബെലയർ, റിയ റിപ്ലി, അതുപോലെ തന്നെ ഇയോ സ്കൈ ആണ് ചാമ്പ്യൻ. അപ്പോൾ ഇവർ തമ്മിലുള്ള നല്ലൊരു മത്സരം തന്നെ നമ്മൾക്ക് പ്രതീക്ഷിക്കാം. കാരണം എല്ലാവരും അത്യാവശ്യം 3 പേര് നല്ല റെസ്ലേഴ്സ് ആണ്. റിയ റിപ്ലൈ വന്നിരിക്കുന്നത് റീമാച്ച് ആയിട്ടായിരുന്നു റസൽമേനിയയ്ക്ക് കയറിയത്. ബിയാങ്ക എലിമിനേഷൻ ചേംബർ ജയിച്ചിട്ട് കയറിയതാണ്. അപ്പോൾ ഇതിലെ വിന്നർ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ബിയാങ്ക ആയിരിക്കും. ബിയാങ്കയുടെ കൂടെയാണ് ഞാൻ ഇത്തവണ ഉള്ളത്. അപ്പോൾ ബെലയർ ആയിരിക്കും ഇത്തവണ റസൽമേനിയ ജയിക്കാൻ പോകും. ഇനി നമുക്ക് ഒരു മത്സരം കൂടിയാണ് ഈ നൈറ്റ് 2-ലുള്ളത്. അതായത് നൈറ്റ് 2-ന്റെ മെയിൻ ഇവന്റ് WWE അൺഡിസ്പ്യൂട്ടഡ് ചാമ്പ്യൻഷിപ്പിനുള്ള മത്സരമാണ്. അത് നമ്മുടെ ചാമ്പ്യനായിട്ടുള്ളത് കോഡി റോഡ്സ് ആണ്. കോഡി റോഡ്സിന്റെ പോസ്റ്റർ ഇവിടെ ഉണ്ട്. പിന്നെ ജോൺ സീനയുടെ ആക്ഷൻ ഫിഗർ അവിടെയുണ്ട് വിത്ത് സ്പിന്നർ ടൈറ്റിൽ. അത് ഞാൻ കാണിക്കാം. ഈ ഒരു ചാമ്പ്യൻഷിപ്പിന്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ചാമ്പ്യൻഷിപ്പ് ജോൺ സീനയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. കഴിഞ്ഞ സ്മാക്ക് ഡൗണിൽ ഈ ചാമ്പ്യൻഷിപ്പ് കോഡി റോഡ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് സീന ജയിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നമുക്കൊരു മോഡേൺ ഡേ സ്പിന്നർ ചാമ്പ്യൻഷിപ്പ് WWE കാണാൻ പറ്റുമെന്നാണ്. കറങ്ങുന്ന കാട്ടിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം കണ്ട റസൽമേനിയ 27 ആണ്. അതും ഈ 41-ഉം തമ്മിൽ ചെറിയ കുറച്ച് സാമ്യതകൾ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും 27-ൻ്റെയും മെയിൻ ഇവൻറ്റിൽ ജോൺസീനെ ആയിരുന്നു ചാലഞ്ചർ. എലിമിനേഷൻ ചേംബർ ജയിച്ചിട്ടാണ് സീന റസൽമേനിയ മെയിൻ ഇവൻറ്റിലേക്ക് എത്തിയത്. ഇത്തവണയും എലിമിനേഷൻ ചേംബർ ജയിച്ചിട്ടാണ് സീന മെയിൻ ഇവൻറ്റിൽ എത്തിയത്. അതിൽ മിസ്സായിരുന്നു ചാമ്പ്യൻ, WWE ചാമ്പ്യൻ. ഇതിൽ കോഡി റോഡ്സ് ആണ് ചാമ്പ്യൻ. 27-ൻ്റെ അവസാനം റോക്ക് വന്നിട്ട് മത്സരം കുറച്ച് കച്ചരയാക്കി, എന്നിട്ട് മിസ് റീറ്റേൺ ചെയ്യാണ് ഉണ്ടായത്. ജോൺസിനെ ഇത്രയും കാലം റസൽമേനിയയിൽ വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ കളിച്ചിട്ടുള്ളതിൽ ഒരിക്കൽ മാത്രമാണ് ചാമ്പ്യൻഷിപ്പ് കിട്ടാതെ പോയിട്ടുള്ളത്. അത് ആ ഒരു മത്സരത്തിലാണ്. ഇത്തവണയും റോക്ക് ഉറപ്പായിട്ടും ഈ മെയിൻ ഇവൻറ്റിൽ വരുന്നത് ഉറപ്പായിട്ടും ജോൺസിനയുടെ സൈഡായിട്ടായിരിക്കും. കാരണം ജോൺസിനെയും റോക്കും തമ്മിലുള്ള ഒരു ഫാക്ഷൻ നമ്മൾ കണ്ടതാണ്. ഇത്തവണത്തെ റസൽമേനിയയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോൺസിനയുടെ അവസാനത്തെ റസൽമേനിയ ആയിരിക്കുമെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന ഒരു മാച്ച് കൂടിയാണിത്. ഉറപ്പായിട്ടും റോക്ക് വരും. പിന്നെ വരാൻ സാധ്യതയുള്ളത് സ്റ്റോൺ കോൾഡ് വരേണ്ടതാണ്. കോഡിയുടെ കഴിഞ്ഞ തവണത്തെ വിക്ടറിയിൽ നമ്മൾ കണ്ടതുപോലെ ഒരുപാട് പേരൊക്കെ ഇതിൽ വരാൻ ചാൻസ് കുറവാണ്. കാരണം കഴിഞ്ഞ തവണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയൊരു മാച്ചായിരുന്നു. വൺ ഓഫ് ദി ബെസ്റ്റ് റസൽമേനിയ മെയിൻ ഇവൻറ്റ്സ് ആയിരുന്നു റോമൻ റെയിൻസും കോഡി റോഡ്സും തമ്മിലുള്ളത്. അത് വെച്ച് നോക്കുമ്പോൾ ഇത് അത്രത്തോളം വലിയൊരു മത്സരമായിട്ട് തോന്നുന്നില്ല. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈൻ തൊട്ടിട്ട് ഭയങ്കര എല്ലാവരും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഭവമായിരുന്നു. അത്രയ്ക്കും ഒന്നും ഒരു ഹൈപ്പ് ഇതിനില്ല. എന്നാൽ പോലും ജോൺസിനയുടെ ലാസ്റ്റ് റസൽമേനിയ എന്ന രീതിയിലാണ് ഇതിനെ അവർ പ്രൊമോട്ട് ചെയ്യുന്നത്. ജോൺസിന ഒരു ഹീൽ ടേൺ കൂടി നടത്തിയ സ്ഥിതിക്ക് ഇതിൽ ഞാനൊരു സീന ഫാനാണ്. അതുകൊണ്ടും മാത്രമല്ല ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇതൊക്കെ വെച്ച് നോക്കുമ്പോഴും എനിക്ക് തോന്നുന്നതല്ല ഉറപ്പിച്ച് ഞാൻ പറയുന്നു ജോൺസിനെ ജയിക്കുമെന്നാണ്. ഇതിൽ ജോൺസിനെ തോക്കുകയാണെങ്കിൽ പിന്നെ എനിക്കൊന്നും പറയാനില്ല. കാരണം ഞാൻ അത്രത്തോളം ജോൺസിനെ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് വിൻ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ജോൺസിനെയും റിക് ഫ്ലെയറും തമ്മിൽ 16 വേൾഡ് ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഇതിൽ ടൈ ആയിട്ട് നിൽക്കുകയാണ്. ഇത് ജോൺസിനെ ജയിക്കുകയാണെങ്കിൽ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ വേൾഡ് ചാമ്പ്യൻഷിപ്പ് ഉള്ള WWE സൂപ്പർ സ്റ്റാർ എന്ന നിലയിലേക്ക് ജോൺസിന മാറും. അപ്പോൾ ഇത്ര മാച്ചസ് മാത്രമേ ഉള്ളൂ
നമ്മുടെ ഈ റസൽമേനിയ 41 എൻ്റെ ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയിലെ ഒരു 1-2 എണ്ണമെങ്കിലും ശരിയാകും എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. ഇത്രയും നേരം നിങ്ങൾ ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ കണ്ടവരാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. ലൈക്ക് ചെയ്താൽ മതി, ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യണ്ട. എന്നിട്ട് ഈ പ്രഡിക്ഷനിൽ ഒരെണ്ണമെങ്കിലും ശരിയായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രഡിക്ഷൻ വീഡിയോയിൽ പറയാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.